ഞാൻ കുട്ടിയെ സ്കാൻ അല്ലെങ്കിൽ കുട്ടി പട്ടിപറ്റെന്ന് പറയും. ഞാൻ കുറച്ച് മഞ്ഞൾ കൃഷിയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മഞ്ഞൾ ഇപ്പോൾ പറിച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇതെല്ലാം കച്ചറയെല്ലാം മാറ്റി വേരെല്ലാം മാറ്റി വിത്ത് വേറെയും തട വേറെയും മാറ്റിയിട്ട് ഈ തടയെല്ലാം വേരും തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഈ രണ്ട് സാധനം വിത്തും തടയും വെള്ളത്തിൽ 3 പ്രാവശ്യം കഴുകി ഏത്തക്കായ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ അരിഞ്ഞ് ഉണക്കിയാലേ അതിൻ്റെ ഒറിജിനൽ സ്വഭാവം ആ മഞ്ഞൾപ്പൊടിക്ക് കിട്ടുള്ളൂ. പുഴുങ്ങി ഉണക്കണ ഒരു സിസ്റ്റമുണ്ട്. പുഴുങ്ങി ഉണക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഉണക്ക സമയം കുറയും, തൂക്കം കുറയും. പക്ഷേ പച്ചയ്ക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ തൂക്കം കൂടുതൽ കിട്ടും, കളറും കൂടുതൽ കിട്ടും. ഈ കമ്പനിക്കാർ ഈ പച്ചമഞ്ഞൾ ശേഖരിച്ചിട്ട് അതിൽ നിന്ന് കുക്കുറുമീനോ അങ്ങനെ ഒരു സാധനമുണ്ട്, കുറുക്കുമീനോ എന്തൊക്കെ അത് എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷമുള്ള വേസ്റ്റാണ് കമ്പനികൾക്ക് കൊടുത്തിട്ട് കമ്പനികൾ അത് പൊടിച്ചിട്ട് അതിനകത്ത് വേണ്ട ചേരുവകൾ മായം ചേർത്തിട്ടാണ് ബ്രാൻഡഡ് മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞുകൊണ്ട് പാക്കറ്റിൽ വിൽക്കുന്നത്. അതിനകത്ത് ഒന്നുമില്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മഞ്ഞപ്പൊടിയാണ്, ഇത് മഞ്ഞൾപ്പൊടി. ഇപ്പോൾ സാങ്കേതികമായിട്ട് ഈ പണിക്കൂലിയും ഒക്കെ നോക്കുമ്പം എനിക്ക് മുതലാകാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ പണി നിർത്തി വെച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് 350 രൂപയ്ക്കാണ് കിലോ പൊടി. പക്ഷേ ടൗണിലൊക്കെ 600 രൂപ വരെ മേടിക്കാൻ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ കൊടുത്തിട്ടില്ല. എനിക്കതിന് നേരമില്ലാത്തതുകൊണ്ട് ആ പരിപാടി നിർത്തി. ഇതിപ്പോൾ എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് മഞ്ഞൾപ്പൊടി. നിങ്ങൾ വാങ്ങിക്കുന്ന മുഴുവൻ മഞ്ഞൾപ്പൊടിയാണ്. ഓക്കെ.